ഹായ് ഗായ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ വളരെ സജീവമാവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പം ആദ്യം തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു. യൂഷ്വലി എല്ലാവരും രാവിലെ എഴുന്നേൽക്കുമ്പം ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആൻഡ് ഭയങ്കര പ്രത്യേകതയായിട്ടൊന്നും വേറൊന്നുമില്ല. ആൻഡ് എൻ്റെ ഡേയും വെരി നോർമൽ ഡേ ആണ്. ചില ദിവസങ്ങൾ ഒഴിച്ച് ഇപ്പോൾ ഷൂട്ടോ അല്ലെങ്കിൽ സ്പെഷ്യലി വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഡിഫറൻസ് വരിക. അല്ലാത്ത ദിവസമൊക്കെ സെയിം തന്നെ ആയിരിക്കും. ലൈഫിൽ ഇപ്പോൾ കുറേ അപ്ഡേറ്റ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കൊച്ചിയിലാണ്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ആ വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ. ബിക്കോസ് ഞാൻ ഇടയ്ക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ പറഞ്ഞപ്പം കുറേ പേര് ചോദിച്ചു അങ്ങനെ അഭിപ്രായമൊക്കെ ചോദിക്കണോ. യെസ്, എൻ്റെ ഇതിൽ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കണം. കാരണം നമ്മുടെ ഓഡിയൻസാണ് നമുക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാർ. സോ അവരുടെ സജഷൻസ് എടുക്കുന്നതിൽ ഞാൻ ഒട്ടും ബാഡ് വിചാരിക്കുന്നില്ല. സോ എന്തൊക്കെയാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഹായ് ഗൈസ്. സോ ഇപ്പം സമയം വന്നിട്ട് 7 കഴിഞ്ഞ് പിന്നെ 8 മണിയാവാൻ പോകും. യൂഷ്വലി ഞാൻ കുറച്ചുകൂടി നേരത്തേക്ക് എഴുന്നേക്കാറുണ്ട്. പിന്നെ നല്ല മഴയാണ്, കിടന്നുള്ളത് നല്ല സുഖമാണ്. ആൻഡ് ഇന്നലെ ഞാൻ ഉറങ്ങിയപ്പോൾ ഏകദേശം 3 മണി കഴിഞ്ഞു. അതുകൊണ്ട് അത്രയും ലേറ്റ് ആയി. ആൻഡ് ഐ തിങ്ക് ഷൂട്ട് ഡേ മൈ ലൈഫ്. സോ ഇന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യാറ്, എവിടേക്കാണ് പോവാറ് എന്നൊക്കെ കാണിക്കാം. ആൻഡ് ഇന്ന് എനിക്കൊരു കുട്ടി ട്രാവലും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ കാണിക്കാന്ന് വെച്ചു. സോ വെൽക്കം വെൽക്കം ബാക്ക്. ഞാൻ ഇടയ്ക്കൊക്കെ വീണ്ടും ചെയ്യാറുണ്ട്. സോ വെൽക്കം. ഭയങ്കര ഫ്രഷ് കോണ്ടന്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഞാൻ ഇപ്പൊ നാട്ടിലില്ല. എനിക്കറിയില്ല കേട്ടോ സൗണ്ട് എന്തോരം കേൾക്കുന്നത്. കാരണം പുറത്ത് മഴയുണ്ട്. ആൻഡ് എൻ്റെ കയ്യിൽ ട്രൈപോഡില്ല. ഇതാണ് ട്രൈപോഡ്. ഞാൻ അതായത് ഇതൊക്കെ നിർത്തി വെച്ചേക്കായിരുന്നു. ട്രൈപോഡൊന്നുമില്ല. ഞാനിപ്പം കൊച്ചിയിലെ ഞാനൊരു പേയിങ് ഗസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അവിടെയുള്ള ഫെസിലിറ്റീസ് വെച്ചിട്ടാണ് ഷൂട്ടിങ്. ഞാൻ മടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാനിപ്പം ഇന്ന് ഓഫീസിൽ പോകണം. എനിക്ക് നാട്ടിൽ പോകണം. സോ ഞാൻ അതിനെ പാക്ക് ചെയ്യാണ്. ഒരുപാട് സാധനങ്ങൾ എടുക്കാനില്ല. ആകെ ഒരു 1 ഡേ നിൽക്കുന്ന കാര്യമുള്ളൂ. ഗെറ്റ് റെഡി. എനിക്കൊരു 10 days ഉണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് നമുക്ക് സംസാരിക്കാൻ. സ്ക്രീൻ ഇവിടെയാണ്, അതുകൊണ്ടാണ്. സോ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പാക്ക് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് വലിയ പരിപാടികളൊന്നുമില്ല. ഒരു 1 ഡേ നിൽക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ കുറച്ച് ഡ്രസ്സസ് മാത്രമാണ് കൊണ്ടുപോകുന്നത്. പക്ഷെ എന്നിരുന്നാലും പോകുമ്പോൾ ഒരു ആഡംബരത്തിന് ഒരു വലിയ ബാഗും കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ എനിക്കിഷ്ടമാണ്. ആൻഡ് ഇനി നമുക്ക് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവാം. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അല്ലാട്ടോ ഒരു മുകളിലൊരു ഷർട്ട് കൂടിയുണ്ട്. ഞാൻ പോൺസിൻ്റെ ആണോ യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഇതൊക്കെ മാറും, ഇടയ്ക്കിടയ്ക്ക് മാറും. പക്ഷേ എൻ്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആയതുകൊണ്ട് ചിലപ്പം എനിക്ക് കിട്ടുന്ന ഒരു നല്ല പ്രൊഡക്റ്റ് എൻ്റെ സ്കിന്നിന് പറ്റുന്നുണ്ടെങ്കിൽ ഞാനത് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കാറുണ്ട് കേട്ടോ. അതിനിപ്പോൾ എൻ്റെ സ്കിന്ന് ഭയങ്കര മോശമാണ്. ഇപ്പം എൻ്റെ സൗണ്ടും ആൻഡ് ജസ്റ്റ് വലിയ മേക്കപ്പായിട്ടൊന്നും ചെയ്യാറില്ല ഞാൻ. ഇതിൽ കാണുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ ഷർട്ട്. ഇത് ഞാൻ മാക്സിൽ നിന്ന് മേടിച്ചതാണ്. ആൻഡ് എനിക്ക് നല്ല ഇഷ്ടമായ ഷർട്ടാണ്. ആൻഡ് ഇത് ലിപ്സ്റ്റിക്ക് സ്വിസ് ബ്യൂട്ടിയുടെ. ഇതൊക്കെ ഓരോ ദിവസം ഓരോന്നാണ്. എൻ്റെ മൂഡ് അനുസരിച്ച് ഒക്കെ ഇരിക്കും. നിങ്ങൾ വിചാരിക്കും അവിടെ ആരും ഉണ്ടെന്ന്. അവിടെ ആരും ഇല്ല ഗൈസ്. ഞാൻ കണ്ണാടി നോക്കി ഇത് മതിയോ എന്നുള്ള രീതിയിൽ ഒരു കൺഫർമേഷൻ ഞാൻ എൻ്റെ അടുത്ത് നിന്ന് തന്നെ എടുത്തതാണ്. ആൻഡ് ഞാൻ റെഡിയായി പോകാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി പാക്ക് ചെയ്യാനുണ്ടായിരുന്നു. ഇയറിങ്സ് അങ്ങനത്തെ കുറച്ച് സാധനങ്ങളും കൂടി എടുക്കാനുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ നിന്ന് ഇപ്പം എല്ലാം കൂടി തറയിൽ പോയാൽ ആൻഡ് അത് പാക്ക് ചെയ്യുന്നതാണ് മാടമ്പള്ളിയിലെ ബനോരോഗി ഞാനാണ് ഗൈസ്. അങ്ങനെ പാക്കൊക്കെ ചെയ്തു. ആൻഡ് ആവശ്യമുള്ള മേക്കപ്പ് പ്രൊഡക്ട്സ് കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണമായിരുന്നു. അതുകൂടി എടുത്തു. അത് ബാഗിൽ വെച്ചു. ആൻഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം എടുക്കാനാണ് ഞാൻ ഗൈസ് പോകുന്നത്. എൻ്റെ ബ്രഷ്. അതെടുക്കാതെയാണ് ഞാൻ പോകാനിരുന്നത്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു ഗൈസ്. ആൻഡ് ബാഗ് ഞാൻ പാക്ക് ചെയ്തു. ഹെയർ ഒന്ന് സെറ്റ് ചെയ്തിട്ട് രാവിലെ എന്നുവെച്ച് ഞാൻ പോകാൻ നേരത്തിനാണ് കേട്ടോ കോംബ് ചെയ്യുക. അതുവരെ ജസ്റ്റ് കൈ കൊണ്ട് ആ ഉടക്കൊക്കെ ഒന്ന് എടുത്ത് കളയുള്ളൂ. ആൻഡ് ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു. ഞാൻ ഇറങ്ങി ഗൈസ്. ഞാനിപ്പോൾ കൊച്ചിയിൽ ഒരു അക്കാഡമിയിൽ ഡോട്ട് എന്ന് പറഞ്ഞിട്ട് അക്കാഡമിയിൽ കോളേജ് സ്ട്രാറ്റജിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതെ, ലേറ്റായി. പൊതുവെ എന്നും ഇറങ്ങുന്നതൊന്നും ലേറ്റായി. നമുക്ക് ഓട്ടോയ്ക്ക് പോകാം. ഓട്ടോയ്ക്ക് പോകാനൊന്നുമില്ല. ഹാർഡ്ലി എനിക്ക് ഇവിടെ PG വയ്ക്കുന്നുണ്ട്. ഹാർഡ്ലി എനിക്ക് ഇവിടുന്ന് ഒരു 1 kilometer 1.5 kilometers അത്രേ ഉള്ളൂ. ഇച്ചിരി ലേറ്റ് ആയാലും നമുക്ക് ഓട്ടോയിൽ പോവാം. PG ആയതുകൊണ്ടാണ് കേട്ടോ. PG ഞാൻ മാറും. ലിഫ്റ്റ് പണിതുള്ളൂ ഗൈസ്. സോ
നടക്കണം. എടപ്പള്ളി ഫെഡറൽ ബാങ്കിന് അടുത്താട്ടോ നമ്മുടെ അക്കാഡമി വരിക. സോ ഇതിൻ്റെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ബിൽഡിംഗ് നമ്മുടെയാണ്. പണി നടക്കുന്നേ ഉള്ളൂ. എൻ്റെ ഇവിടെ പണി നടക്കുന്നതുകൊണ്ട് 2-3 ക്ലാസ്സസേ ഉള്ളൂ. പണി നടക്കുന്നതുകൊണ്ട് കുറച്ച് സ്പേസസേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇരുന്നിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. And by next week we are launching. Yeah. Hi guys, talks with you here. ഇന്നാദ്യമായിട്ടൊരു വീഡിയോ വരുന്നതായിരിക്കും. ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആണ്. ഐ ഹാവ് എ പേജ് ടോക്സ് വിത്ത് യു. അതിലേക്ക് ഒരു കണ്ടന്റ് പ്ലാൻ ചെയ്യുമോ? നേരത്തെ പറഞ്ഞ പോലെ അവന്റെ പേജിലേക്ക് വേണ്ടിയിട്ടുള്ള കോണ്ടന്റുകൾ ഷൂട്ട് ചെയ്യായിരുന്നു കേട്ടോ. ഇന്നത്തെ ഷൂട്ട് മറ്റേ നിങ്ങളെ പുച്ഛിക്കുന്ന ലോകം നിങ്ങളെ ഒരിക്കലും അംഗീകരിക്കും ഗൈസ്. എന്തെങ്കിലും ഇരിക്കണേ. ഇതാണ് ഗൈസ് പോയതുപോലെ ബസ് കിട്ടിയില്ല ഗൈസ്. ബസ് മിസ്. ഇനി രാത്രി 10 മണിക്കാണ് ബസ്. അത് കിട്ടുമായിരിക്കും. അത് കിട്ടണം. അത് കിട്ടിയാൽ നാളെ പോകാൻ പറ്റുള്ളൂ. ഒരു പരിപാടിയുണ്ട്. സോ ഞാൻ ഫുഡ് കഴിച്ചു ഗൈസ്. ഇപ്രാവശ്യം ശരിക്കും പോകണം ഗൈസ്. അറ്റ് ലാസ്റ്റ് എനിക്ക് ബസ് കിട്ടി ഗൈസ്. ഞാൻ ട്രിവാൻഡ്രത്തേക്ക് പോവാണ്. ആൻഡ് എൻ്റെ സീറ്റിനടുത്ത് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ മാത്രം സുഖിച്ച് അങ്ങനെ ഇരുന്ന് പോവുമായിരുന്നു. അങ്ങനെ ഒരു 4 o'clock ഒക്കെ ആയപ്പോൾ, മോർണിംഗ് ഒരു 4 o'clock ഒക്കെ ആയപ്പോൾ ഇങ്ങനെ എത്തി. അങ്കിൾ പിക്ക് ചെയ്യാൻ വന്നു. ആൻഡ് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻസ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ് സെക്ഷൻ. ബൈ.